സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 52 വാക്യം 14. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുക കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 14-ാം വാക്യം, പ്രത്യേകിച്ച് 13 മുതൽ 15 വരെയുള്ള ഈ 3 വാക്യങ്ങൾ പ്രവാചകൻ യേശുവിനെ കുറിച്ചുള്ള ദർശനം നൽകുകയാണ്. ക്രിസ്തുവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാ എന്ന പ്രവാചകൻ തൻ്റെ ദൗത്യ നിർവഹണം നടത്തിയത്. ആ നാളുകളിൽ ദൈവിക ശുശ്രൂഷയിലായിരുന്ന പ്രവാചകന് യേശുവിനെക്കുറിച്ച് വളരെയധികം വെളിപ്പാടുകൾ നൽകുകയുണ്ടായി. 700 വർഷങ്ങൾക്ക് ശേഷം സംഭവിപ്പാനിരിക്കുന്ന യേശുവിൻ്റെ ജനനം, ജീവിതം, അതുപോലെ പീഡാസഹനങ്ങൾ അഥവാ പങ്കപ്പാടുകൾ, പീഡനങ്ങൾ, ക്രൂശുമരണം, ഉയർപ്പ് തുടങ്ങി യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള അഥവാ സ്വർഗാരോഹണം വരെയുള്ള നടക്കുവാനിരിക്കുന്ന സംഭവങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ യെശയ്യാ പ്രവാചകന് ദർശനത്തിലൂടെ നൽകുവാനിടയായി. അതാണ് പ്രവാചകൻ ഈ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 52, 53 അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, യെശയ്യാവ് 52-ന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ രൂപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നു എന്ന് നാം കാണുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? യേശുവിനെ കണ്ടാൽ തിരിച്ചറിയാതെ വണ്ണം, യേശുവിൻ്റെ രൂപവും ആകൃതിയും കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പോലും വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ രൂപം വിരൂപമാക്കിയത് ആരാണ്? അവൻ്റെ ആകൃതി വിരൂപമാക്കിയത് ആരാണ്? ഇവിടെയാണ് നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യകത വെളിപ്പെടുന്നത്. ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രനെ മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വിട്ടുകൊടുത്തപ്പോൾ, ഒരു ലോകാരംഭം മുതൽ വധിക്കപ്പെട്ട കുഞ്ഞാടായി വിട്ടുകൊടുത്തപ്പോൾ, ഇതാ യേശുവിനെ ശത്രുക്കൾ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച് യെശുവിൻ്റെ രൂപം കണ്ടാൽ ഒരാളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമാക്കി എന്നാണ് നാം കാണുന്നത്. എന്നാൽ ഈ വാക്യം നാം ധ്യാനിക്കുമ്പോൾ തന്നെ ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമായിരുന്നു എന്നുകൂടി നാം കാണും. അതെ, യേശു പൂർണ്ണമായി നശിക്കപ്പെട്ടു എന്ന് ശത്രുക്കൾ ചിന്തിച്ചുവെങ്കിലും യേശു ഇപ്രകാരം
പീഡിപ്പിക്കപ്പെട്ടവനായി മരണപ്പെട്ടു, അഥവാ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. എങ്കിലും അവൻ മൂന്നാം ദിവസം ജയവീരനായി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നത്: അവനെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കുമെന്ന്. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യെശയ്യാവ് 52:14 അവസാനിക്കുന്നത്. പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തിയാണ് ഇന്ന് ലോകമെമ്പാടും കാണുന്നത്. അതെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ വലിയ നന്മ ലഭിക്കുന്നു. ആമേൻ, ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ലവേ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ ഒരു പാടും നീറി ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴി ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം.